കണ്ണൂർ ജില്ല എന്ന് കേൾക്കുമ്പോൾ ജില്ലയ്ക്ക് പുറത്തുള്ളവർക്ക് എപ്പോഴും മനസ്സിനകത്ത് എത്രയേറെ ബുദ്ധിമുട്ടിയിട്ടാണ് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ജില്ലയിൽ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ചിന്ത ഓരോ പാർട്ടി പ്രവർത്തകന്റെയും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ഓരോ പ്രവർത്തകരുടെയും മനസ്സിൽ കണ്ണൂരിനപ്പുറത്ത്, കണ്ണൂർ ജില്ലയ്ക്ക് പുറത്തുള്ളവരുടെ മനസ്സിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ കണ്ണൂരിനോളം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രിയപ്പെട്ട ഒരു ജില്ലയായിരുന്നു ആലപ്പുഴ ജില്ല. ആ ആലപ്പുഴ ജില്ലയിലാണ് അവർ വാരിക്കുന്തം കയ്യിലേന്തിക്കൊണ്ട് ഒരു വലിയ സമരത്തിന് നേതൃത്വം കൊടുത്ത പുന്നപ്ര. അവിടെയാണ് രക്തസാക്ഷി മണ്ഡപങ്ങൾ ഉറങ്ങുന്ന വയലാർ. കണ്ണൂർ ജില്ലയിൽ ഭാരതീയ ജനതാ പാർട്ടിക്കും സംഘപരിവാർ പ്രസ്ഥാനത്തിനും അടിവെച്ച് മുന്നേറ്റമുണ്ടാകുമ്പോൾ നമുക്ക് സന്തോഷിക്കാം. ആലപ്പുഴയിലെ പുന്നപ്രയിൽ 1ാം സ്ഥാനം ഭാരതീയ ജനതാ പാർട്ടിക്കാണ്. താമര ചിഹ്നത്തിനാണ് അവിടുത്തെ സഖാക്കന്മാർ വോട്ട് നൽകിയത്. അവർ നമ്മളിലേക്ക് വന്നിട്ടില്ല, പക്ഷേ അവർ അണിയറയിൽ ഇരുന്നു കൊണ്ട് ഈ ജനാധിപത്യ ധ്വംസനത്തിനെതിരെ അവർ പ്രതികരിച്ചു. പുന്നപ്രയിൽ 1ാം സ്ഥാനം നേടി, വയലാറിലും നമ്മൾ 1ാം സ്ഥാനം നേടി. നമുക്ക് അവിടുത്തെ വിവിധ പഞ്ചായത്തുകൾ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന പഞ്ചായത്തുകൾ ഭാരതീയ ജനതാ പാർട്ടിക്കകത്തേക്ക് കടന്നു വന്നു എന്നുള്ളതാണ്. അത് കാലത്തിന്റെ കാവ്യനീതിയാണ്. അവിടെയാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നേരത്തെ സൂചിപ്പിച്ച ഭീകരവാദ സംഘടനകളുടെ കൊലക്കത്തിക്കിരയായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ രഞ്ജിത്ത് ശ്രീനിവാസൻ അന്തി ഉറങ്ങുന്നത്. ശ്രീമാൻ രഞ്ജിത്ത് ശ്രീനിവാസൻ ഒരു വക്കീലായിരുന്നു. അദ്ദേഹം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിച്ച നമ്മുടെ OBC മോർച്ചയുടെ ഒരു നേതാവായിരുന്നു. ആ രഞ്ജിത്ത് ശ്രീനിവാസനെ ഭീകരവാദ സംഘടന അവർ അരിങ്കൊല ചെയ്തു എന്നുള്ളതാണ്. ആ മണ്ണ് നന്ദുവിന്റെ, വയലാറിൽ നന്ദുവിന്റെ, നമ്മുടെ പ്രിയപ്പെട്ട ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിൽ പ്രവർത്തിച്ച നന്ദുവിന്റെ ജീവനെ കവർന്നെടുത്ത മണ്ണാണ്. ഞാൻ സൂചിപ്പിച്ചത് ഇവിടെ കണ്ണൂരിൽ നിൽക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ തവണ നീർക്കടവിൽ വന്ന സമയത്ത് നിങ്ങളോട് പറയുകയുണ്ടായി, എവിടെയാണോ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെറ്റുകൾ മാത്രം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്, ആ പാർട്ടി ഇന്ന് നിലനിൽക്കുന്നത് അധികാരത്തിന്റെ ആ കസേരയിൽ മാത്രമാണ്. അധികാര കസേരയിൽ മുഖ്യമന്ത്രിയായിട്ടും ഭരണകൂടത്തിനെ നയിക്കാനും ആളുകളുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ജനാധിപത്യം ഉള്ളത് കൊണ്ടല്ല അവിടെ പ്രവർത്തകർ പ്രവർത്തിക്കുന്നത്. ആ പ്രവർത്തകർക്ക് ആഗ്രഹമുണ്ട്. ഭരണകൂടത്തിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് 1000 ചോദ്യങ്ങൾ ചോദിക്കാൻ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ള സാധാരണക്കാരായിട്ടുള്ള സഖാക്കന്മാർക്ക് ആഗ്രഹമുണ്ട്. അതാണ് ശ്രീമാൻ കുഞ്ഞികൃഷ്ണൻ തന്റെ പുസ്തകത്തിലൂടെ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ. അദ്ദേഹം മാത്രമല്ല, പണ്ട് ബർലിൻ കുഞ്ഞനന്ദൻ നായർ ചില ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം തയ്യാറായില്ല. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, കണ്ണൂരിൽ അക്രമ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുത്ത് നമ്മളെല്ലാവരും തന്നെ ഹൃദയത്തിൽ സൂക്ഷിച്ച ശ്രീമാൻ പന്നിനും ചന്ദ്രേട്ടനും, അതുപോലെ തന്നെ KT ജയകൃഷ്ണൻ മാസ്റ്ററും അശ്വനി കുമാറും ഉൾപ്പെടെയുള്ള എത്രയോ ബലിദാനികൾ, വീരന്മാരായിട്ടുള്ള ബലിദാനികളുടെ ജീവൻ നഷ്ടപ്പെട്ട ഈ കണ്ണൂർ ജില്ലയിൽ കൊടികുത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ തീരുമാനമെടുത്ത ഏതെങ്കിലും ഒരിടത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ കുങ്കുമ ഹരിത പതാക നിങ്ങൾക്ക് വെക്കണമെങ്കിൽ, നിങ്ങൾ അവിടെ ഒരു കുഴി കുഴിക്കണമെങ്കിൽ, അവിടെ ഒരു ധ്വജസ്തംഭം ഉണ്ടാക്കണമെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കണമെന്ന് പറഞ്ഞ ആ കാലഘട്ടം കണ്ണൂരിന്റെ മടിത്തട്ടിൽ നിന്ന് ഇല്ലായ്മ ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബൂത്തിൽ വരെ 200 വോട്ടുകൾ താമര ചിഹ്നത്തിൽ നേടിയെടുത്തുകൊണ്ടാണ് ഈ കണ്ണൂർ ജില്ലയിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാർ സ്നേഹിച്ച ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുന്നത്. എല്ലാ പ്രവർത്തകന്മാരുമല്ല, ദേശീയധാരയിൽ വിശ്വസിക്കുന്ന ശ്രീമാൻ നരേന്ദ്രമോദിയാണ് യഥാർത്ഥ സോഷ്യലിസം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന, ഏറ്റവും സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ള സാധാരണക്കാർക്ക് വേണ്ടി ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ പരിശ്രമിക്കുന്ന, അധികാരം കയ്യിൽ കിട്ടിയിട്ടും സ്വന്തം അമ്മയെ ലോകരാജ്യങ്ങൾ കാണാൻ ചുറ്റി നടക്കാത്ത, കൊണ്ടുപോകാത്ത ശ്രീമാൻ നരേന്ദ്രമോദി, കണ്ണൂർ ജില്ലയിലെ മുഖ്യമന്ത്രി ഒരു യാത്ര പോകുമ്പോൾ പരിവാര സമേതം
ഗുജറാത്തിലേക്ക് വരേണ്ട കാര്യമില്ല. ഞാൻ എന്റെ അമ്മയുടെ ശവസംസ്കാര ചടങ്ങുകൾ നിർവഹിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഡൽഹിയിലേക്ക് തിരിച്ചു വരും. കാരണം ലോകത്തിന്റെ മുന്നിൽ ഒരു മണിക്കൂർ പോലും വെറുതെ ഇരിക്കാൻ ഈ ജനാധിപത്യ രാഷ്ട്രമായിട്ടുള്ള ഭാരതത്തിന്റെ പ്രധാനമന്ത്രിക്ക് സാധ്യമല്ല എന്നും എന്നോടൊപ്പം കൈചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾ മന്ത്രിമാർ മുഴുവൻ പണിയെടുക്കണമെന്നും പറഞ്ഞ ലോകാരാധ്യനായി മാറിക്കൊണ്ടിരിക്കുന്ന ശ്രീമാൻ നരേന്ദ്രമോദിയുടെ പാർട്ടി ഇന്ന് ഓരോ വാർഡുകളിലും വിജയിച്ച് ഇവിടെ തന്നെ ഇത്രയും മെമ്പർമാര് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന നാളുകളിൽ നമ്മുടെ സ്വപ്നം പൂവണിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഈ പാർട്ടി മുന്നോട്ട് പോകും. ഈ പാർട്ടി മുന്നോട്ട് പോവുകയും ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ അത് ആളുകൾ വിശ്വസിക്കുന്ന രീതിയിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടി അത് ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യം വന്നിട്ടുണ്ട് എന്നതാണ്. എന്നാൽ അഴീക്കോട് നിയോജക മണ്ഡലത്തില് ഇവരുടെ പാർട്ടിയുടെ പല പല സഹായങ്ങളും ഏറ്റുവാങ്ങിയ ആളുകളുണ്ട്. അവർക്ക് BJP-യിലേക്ക് കടന്നു വരാൻ കുറച്ച് കാലതാമസം വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അവരുടെ മകനെ ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുത്തത് സഹകരണ സംഘത്തിൽ നിന്നാണ്. അവരുടെ മകൾ കുടുംബശ്രീയിൽ പ്രവർത്തിക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് ശ്രീമാൻ അടൽ ബിഹാരി വാജ്പേയി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് അമ്മമാരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സ്ത്രീ ശാക്തീകരൺ പ്രക്രിയ ആരംഭിച്ചു. ആ സ്ത്രീ ശാക്തീകരൺ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് കേരളത്തിൽ അന്ന് മുഖ്യമന്ത്രി ശ്രീമാൻ നായനാരായിരുന്നു. നായനാരോട് അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞു, നായനാർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് സ്ത്രീ ശാക്തീകരൺ പ്രക്രിയയ്ക്ക് വേണ്ടി കേരളത്തിൽ നിങ്ങൾ ഇഷ്ടമുള്ള ഒരു പേരിടണം എന്ന് പറഞ്ഞു. പേരിട്ട് വിളിച്ചത് ശ്രീമാൻ നായനാരാണ്. എന്നാൽ പദ്ധതി കൊടുത്തത് അടൽ ബിഹാരി വാജ്പേയി എന്ന് പറയുന്ന അമ്മമാരെ സ്നേഹിക്കുന്ന മനുഷ്യനാണ്. ആ പദ്ധതിയാണ് കുടുംബശ്രീ പദ്ധതി. എന്നാൽ ഇന്ന് കുടുംബശ്രീയിൽ പോകുന്ന ആ കുടുംബശ്രീയില് അവരുടെ പ്രവർത്തനങ്ങളും മണിക്കൂറുകളും സന്നിവേശിപ്പിച്ചിട്ടുള്ള സ്ത്രീകളോട്, അമ്മമാരോട് അവർ പറയുന്നത് മുഖ്യമന്ത്രി പ്രസംഗിക്കാൻ വരുമ്പോൾ കേൾക്കാൻ വന്നിരിക്കണം. ADS-നെയും അതുപോലെ തന്നെ ചുമതലകളിലുള്ള സ്ത്രീകളെ മുഴുവൻ ആ പരിപാടിക്കകത്തേക്ക് വെള്ള സാരിയും ചുവന്ന ബ്ലൗസും വാങ്ങിക്കൊടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് വിളിച്ചു കൊണ്ടുപോകുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഓർക്കേണ്ടത് ആ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ അന്ന് നായനാരോട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞുള്ളൂ. ഒരേ ഒരു കണ്ടീഷൻ എന്തായിരുന്നെന്നറിയുമോ? ദയവ് ചെയ്ത് നിങ്ങൾ ഏത് കാര്യവും രാഷ്ട്രീയവൽക്കരിക്കുകയാണ് കേരളത്തിൽ, ദയവ് ചെയ്ത് കുടുംബശ്രീ പദ്ധതി രാഷ്ട്രീയവൽക്കരിക്കരുത് എന്ന് പറഞ്ഞു. ഇന്ന് എന്താണ് ആ കുടുംബശ്രീയുടെ സാഹചര്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഞാൻ ഇവിടുത്തെ അമ്മമാരോടും ജനാധിപത്യ വിശ്വാസികളോടും പറയാൻ ആഗ്രഹിക്കുന്നത്, കുടുംബശ്രീയിൽ പോകുന്ന അമ്മമാർ, സഹോദരിമാർ, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ കൈ ഉയർത്തി പറയണം, ഈ പദ്ധതി കേന്ദ്രത്തിന്റെ പദ്ധതിയാണ്. ഈ പദ്ധതി അടൽ ബിഹാരി വാജ്പേയി ഈ കേരളത്തിന് വേണ്ടി കൊടുത്ത പദ്ധതിയാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഇവിടെ തൊഴിലുറപ്പ് നടത്തുന്നുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയുടെ സ്ഥിതി എന്താണ്? നിരപരാധികളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള അമ്മമാരല്ലേ, ആ അമ്മമാരെ അവിടെ വിളിച്ചിരുത്തുകയാണ്. അമ്മമാരെ വിളിച്ചിരുത്തിയിട്ട് വാർഡ് മെമ്പർ തീരുമാനിക്കും എപ്പോഴാണ് മിനിറ്റ്സ് ബുക്കിൽ ഒപ്പിടേണ്ടത്, ഏത് സമയത്താണ്, ഏത് ഡേറ്റിലാണ് സിഗ്നേച്ചർ വെക്കേണ്ടത്. ഇന്ന് ഒരു വലിയ അന്വേഷണം രാജ്യത്ത് നടക്കുകയാണ്. ആ വലിയ അന്വേഷണം രാജ്യത്ത് നടന്നപ്പോൾ ഏറ്റവും കൂടുതൽ ക്രമക്കേട് നടന്നിട്ടുള്ളത് തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലാണ്. പാവപ്പെട്ട അമ്മമാരുടെ തൊഴിൽ ദിനങ്ങൾ 3 ഇരട്ടിയായി കാണിച്ചുകൊണ്ട് ഈ കേരളത്തിന്റെ ഭരണകൂടം കേന്ദ്ര ഭരണകൂടത്തെ കബളിപ്പിച്ചതുകൊണ്ടാണ് ആ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റേണ്ട സാഹചര്യവും പരിശോധന നടത്തേണ്ട സാഹചര്യവും കേന്ദ്ര ഗവൺമെന്റിന് ഉണ്ടായിട്ടുള്ളത്. എന്താ കാരണം? കാരണം നിങ്ങൾ സാധാരണക്കാരനെ വഞ്ചിക്കുകയാണ്. നിങ്ങൾ പാവപ്പെട്ട അമ്മമാരെ അവരെ വഴി നടത്താൻ നിങ്ങൾ സമ്മതിക്കുന്നില്ല. നിങ്ങൾ ഇപ്പൊ പറയുകയാണ് കേന്ദ്രം ഫണ്ട് കൊടുക്കുമ്പോൾ കേരളത്തിന് ഇത്രയധികം ഫണ്ട് എങ്ങനെ കൊടുക്കും? ഫണ്ട് കൊടുക്കാൻ സാധിക്കണം. കാരണം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നുള്ള എയ്ഡ് എന്ന് പറയുന്നത്, സഹായം എന്ന് പറയുന്നത് എത്രയാണ്? കേന്ദ്ര ഗവൺമെന്റ് 10 കൊല്ലം UPA ഗവൺമെന്റ് രാജ്യം ഭരിക്കുമ്പോൾ കേരളത്തിന് വേണ്ടി കൊടുത്തത് 75,000 കോടി രൂപയാണ് കേന്ദ്ര സഹായം. ആ കേന്ദ്ര സഹായത്തിൽ നിന്ന് ശ്രീമാൻ നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി മുന്നോട്ട് പോയപ്പോൾ കേന്ദ്ര എയ്ഡായി കിട്ടിയിട്ടുള്ളത് 3.2 ലക്ഷം കോടി രൂപയാണ്. ഇത്രയധികം തുക കേന്ദ്രത്തിന്റെ ധനസഹായമായി കിട്ടിയിട്ടും
പറഞ്ഞ എന്താണെന്ന് അറിയുമോ? ആമയെ മാത്രമാണ് കിട്ടിയത്. പിന്നെ മുഖ്യമന്ത്രി പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? ഈ കേരളത്തിലെ മേജർ മിനറൽസ് ധാതു അത് കേന്ദ്ര ഗവൺമെന്റ് കവർന്നെടുക്കാൻ പരിശ്രമിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDA ഗവൺമെന്റ് എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിന് അടച്ചുവെക്കാൻ ഒന്നുമില്ല. ആ ഗവൺമെന്റ് തുറന്ന ഒരു പുസ്തകമാണ്. ആ തുറന്ന പുസ്തകമായിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി കേരളത്തിന്റെ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കേരളത്തിന്റെ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത് 2010 മുതൽ നമ്മുടെ കേരളത്തിന്റെ മുഴുവൻ കടൽ തീരത്തെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ ചെയ്തിരിക്കുന്നത് 2010 ഭാരതത്തിന്റെ ഗവൺമെന്റിന്റെ ദ ഗസറ്റ് ഓഫ് ഇന്ത്യ ഗവൺമെന്റിന്റെ വിജ്ഞാപനമാണ്. ഈ വിജ്ഞാപനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, നമ്മുടെ കേരളത്തിൽ 36 ബ്ലോക്ക് കരിമണൽ ഖനനം ചെയ്യാൻ വേണ്ടിയിട്ട് സ്വകാര്യ കമ്പനികൾക്ക് കൊടുത്തു. അതാണ് ഗസറ്റ് വിജ്ഞാപനം. ആ സ്വകാര്യ കമ്പനികളിൽ 6 ബ്ലോക്കുകൾ വാങ്ങിയിട്ടുള്ളത് ആലപ്പുഴയിൽ നമ്മളൊക്കെ ചർച്ച ചെയ്ത നമ്മുടെ കരിമണൽ കർത്തയാണ്. ആ കരിമണൽ കർത്തയ്ക്ക് 6 ബ്ലോക്കുകൾ കൊടുത്ത് കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് പിന്നീട് വന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണക്കുട്ടി നോക്കുകൂലി വാങ്ങിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലാണ്, കണ്ണൂർ ജില്ലയിലാണ് ഇവർ പറയുന്നത് നരേന്ദ്രമോദി ഈ കേന്ദ്ര ധാതുക്കളെല്ലാം തന്നെ അങ്ങനെ കേരളത്തിന്റെ കവർന്നെടുത്തു കൊണ്ടുപോവുകയാണ്. മോദി വന്ന് ചാക്കിലാക്കി കരിമണലും വാരി കൊണ്ടുപോയി വിൽക്കാനല്ല തീരുമാനമെടുത്തിട്ടുള്ളത്. ശ്രീമാൻ നരേന്ദ്രമോദി എന്താ പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞു, ഇത് ഓപ്പൺ ടെൻഡർ വെക്കണം. മാത്രവുമല്ല, ഇതെന്താണ്? ഇത് വളരെ വിലപിടിപ്പുള്ള വസ്തുക്കളാണ്. ഈ വളരെ വിലപിടിപ്പുള്ള വസ്തുക്കളിൽ ഈ കേന്ദ്രം കൈകടത്തി എന്ന് പറയുന്നത് ബോക്സൈറ്റ്, ഇരുമ്പയിര് എവിടെയാണ് ഏറ്റവും കൂടുതലുള്ളത്? ചക്കിട്ടപ്പാറയിലാണ്. ചക്കിട്ടപ്പാറയിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പയിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുൻ മന്ത്രിയായിരുന്ന എളമരം കരീം വലിയ ഖനനം നടത്താൻ തീരുമാനിക്കുകയും ഒരു സ്വകാര്യ കമ്പനിയുമായിട്ട് കൈകോർത്ത് പിടിക്കുകയും സർക്കാർ ഒരാളും ജനങ്ങളും അറിയാതെ ഖനനം നടത്താൻ തീരുമാനിച്ച് അതിന്റെ അഡ്വാൻസും വാങ്ങി. ആ അഡ്വാൻസ് ആണ് എളമരം കരീമിന്റെ ഡ്രൈവറെ ചോദ്യം ചെയ്തപ്പോൾ 15 കോടി രൂപ കരീമിന്റെ കാറിന്റെ ബാക്ക് സീറ്റിനടിയിൽ വെച്ചിട്ടുണ്ട് എന്ന മൊഴി വിജിലൻസിൽ കൊടുത്തത്. ആ കേസ് എന്തായി? അപ്പൊ ഇരുമ്പയിര് നിങ്ങൾക്ക് ഖനനം ചെയ്യണം. ആർക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന, നിങ്ങളുടെ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന, ഇന്ന് ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള മന്ത്രിമാർക്ക് ഈ കേരളത്തെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇരുമ്പയിര് ഞങ്ങൾക്ക് വേണം എന്ന് പറയുന്നത്. നോക്കൂ, ബോക്സൈറ്റ് ഉണ്ട്. ഈ ബോക്സൈറ്റും അതുപോലെ തന്നെ ബ്ലാക്ക് സാൻഡിൽ നിന്ന് എന്തെല്ലാം ഐറ്റംസ് ആണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത് സാധാരണക്കാരന് പലർക്കും അറിയില്ല. അതിൽ നിന്ന് തോറിയം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ തോറിയം നമ്മുടെ എയർക്രാഫ്റ്റിൽ ഉപയോഗിക്കാൻ, അതിന്റെ ഓരോ സ്റ്റെപ്പിലും എയർക്രാഫ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഐറ്റമാണ് തോറിയം. മാത്രമല്ല, ആണവ ശാസ്ത്രജ്ഞന്മാർക്ക് ഉൾപ്പെടെ ആവശ്യമായിട്ടുള്ള ഒരു വസ്തു അതാണ് തോറിയം. മോണോസൈറ്റ്, അവിടെ ഇൽമനൈറ്റും അതുപോലെ തന്നെ റൂട്ടൈലും ഒരുമിച്ച് ചേർത്തുകൊണ്ട് അവിടെ വിവിധങ്ങളായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതും ആ പ്രൊഡക്റ്റുകൾ ലോകരാജ്യങ്ങളിലേക്ക് വരെ കടത്തിക്കൊണ്ടു പോകുന്നു എന്നുള്ളതും ചില സ്വകാര്യ കുത്തക മുതലാളിമാർ കടത്തിക്കൊണ്ടു പോകുന്നു എന്നുള്ളതും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കേരളത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഇവർ ആഗ്രഹിക്കുന്നത് ഇത്രയും ബ്ലോക്കുകൾ സ്വകാര്യ വ്യക്തികൾക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ, അവരിൽ നിന്ന് കോടികൾ കൈക്കൂലി കിട്ടിയപ്പോൾ ഇവർ വിചാരിച്ചു UPA ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ 2G സ്പെക്ട്രം ഉണ്ടായി, കൽക്കരി കുംഭകോണം ഉണ്ടായി, ബലിദാനികളുടെ, അതായത് പട്ടാളക്കാരുടെ ഭാര്യമാർ, മരണപ്പെട്ടു പോയ ബലിദാനികളായിട്ടുള്ള പട്ടാളക്കാരുടെ കുടുംബത്തിന് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ പോലും തട്ടിയെടുത്ത
വ്യത്യസ്തനാണ്. മോദി പറഞ്ഞു എന്താണെന്ന് അറിയുമോ? ഞാൻ കളവ് നടത്തില്ല, മാത്രവുമല്ല ഞാൻ കളവ് നടത്തില്ല, കളവ് നടത്താൻ ഒരുത്തനെയും അനുവദിക്കുകയുമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്റെ ആദ്യത്തെ പ്രസംഗം നടത്തിയതെങ്കിൽ ആ പ്രൈം മിനിസ്റ്റർ പറയുകയാണ്, ഞാൻ ഈ സംഭവങ്ങളെല്ലാം, അതായത് മൈനറായിട്ടുള്ള ധാതുദ്രവ്യങ്ങൾ മാത്രം സംസ്ഥാന ഗവൺമെന്റിന് ഉപയോഗിക്കാം, ബാക്കിയുള്ള കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമായിട്ടുള്ള നിയമനിർമ്മാണം നടത്തി. 2014 മുതൽ ഇനി ഒരു ദിവസം പോലും കേന്ദ്രത്തിന്റെ ഇടപെടലില്ലാതെ കോടാനുകോടി രൂപയുടെ മണൽ, ബ്ലാക്ക് സാൻഡ് വിവിധ രൂപത്തിലും ഇനത്തിലും കടത്തിക്കൊണ്ടുപോകാൻ സാധ്യമല്ല എന്നുള്ളത് കേരളത്തിന്റെ ഓരോ സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിമാരോടും കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു കഴിഞ്ഞു. തമിഴ്നാടിന്റെ തീരത്തു നിന്നും ഇതുപോലെ ഖനനം നടക്കുന്നുണ്ടായിരുന്നു. അവിടെയും 20ഓളം ബ്ലോക്കുകൾ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആരാ കൊടുത്തത്? കേന്ദ്ര ഗവൺമെന്റാണ്. ആരാവശ്യപ്പെട്ടത്? ആ സംസ്ഥാനത്തിന്റെ ഗവൺമെന്റാണ്. അപ്പൊ വിവിധങ്ങളായിട്ടുള്ള സ്വകാര്യ മുതലാളിമാർ 36+25 ബ്ലോക്കുകൾ മൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വകാര്യ വ്യക്തികൾ എടുത്തപ്പോ നമ്മുടെ കേരളത്തിൽ ഒരു കമ്പനി ഉണ്ട്. ആ കമ്പനി ഏതാണ്? ചവറയിലെ KMML. നിങ്ങൾ ആരെങ്കിലും കൊല്ലം വഴി യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചവറയിലെ KMML എന്ന് പറയുന്ന ഒരു കമ്പനി. ആ കമ്പനിക്ക് വേണ്ടി എന്തുകൊണ്ട് ധാരാളം കരിമണൽ കൊടുക്കാൻ ഈ ഗവൺമെന്റ് ആഗ്രഹിച്ചില്ല? ആ കമ്പനി എന്തുകൊണ്ട് വളർത്തിയില്ല? ഏഷ്യൻ പെയിന്റും, ബർജർ പെയിന്റും, നിരവധിയായിട്ടുള്ള JSW പെയിന്റും ഉൾപ്പെടെ പെയിന്റ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തു അത് പെയിന്റ് കമ്പനികൾ മുഴുവൻ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുമ്പോൾ എന്തുകൊണ്ട് KMML എന്ന് പറയുന്ന കേരളത്തിന്റെ പൊതുമേഖലാ സ്ഥാപനത്തെ സഹായിക്കാൻ വേണ്ടി ഈ കേരളത്തിന്റെ ഗവൺമെന്റോ വ്യവസായ വകുപ്പ് മന്ത്രിയോ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് കൈകാര്യം ചെയ്യുന്നവരോ, ഇപ്പൊ രണ്ടും കൂടി മിസ്റ്റർ രാജീവാണ് വ്യവസായ വകുപ്പ് മന്ത്രി, എന്തുകൊണ്ട് അവർ കേരളത്തിലെ ജനങ്ങൾക്ക് തൊഴിൽ കിട്ടുന്ന, വിദേശ നാണ്യം കിട്ടുമായിരുന്ന, പൊതുമേഖലാ സ്ഥാപനത്തെ വികസിപ്പിക്കാൻ സാധിക്കുമായിരുന്ന KMML വളർത്തിയില്ല? എങ്ങനെ വളരും? KSEB പോലെയാണ് KMML. എന്താ KSEB? നിങ്ങൾ ഉപയോഗിക്കാത്ത കറണ്ടിനും നിങ്ങൾ പൈസ കൊടുക്കണം. മറ്റു സംസ്ഥാനങ്ങളിൽ 12 ഇലക്ട്രിസിറ്റി കമ്പനികൾ പ്രവർത്തിക്കുന്നത് അവരുടെ നാട്ടിലെ ജനങ്ങളുടെ വൈദ്യുത ചാർജ് കുറയ്ക്കാനാണെങ്കിൽ അവർ ഈ മേഖലകളിലേക്ക് കടന്നു വരുമ്പോൾ അവർ കൊടുക്കുന്ന വാഗ്ദാനം എന്ന് പറയുന്നത് സർക്കാരിന്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അതത് സംസ്ഥാനങ്ങളിൽ ഉപഭോക്താക്കൾക്ക് ലാഭമുണ്ടാക്കാനുള്ള പദ്ധതികൾ അവർ ചെയ്യുമ്പോൾ കേരളത്തിലെ KSEB ഇന്നും വെള്ളാണയായിട്ട് ഉദ്യോഗസ്ഥന്മാര് അതിനകത്തിരുന്നു കൊണ്ട് ഭരിച്ച് കളിച്ച് സന്തോഷിച്ച് അവർ കോടീശ്വരന്മാരായി മാറുകയും ഞാനും നിങ്ങളും ഉപയോഗിക്കാത്ത വൈദ്യുതിക്കും പണമടച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലാവശ്യത്തിലാണ്. പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, ഈ മുഖ്യമന്ത്രി കേരളം എല്ലാ മേഖലയിലും തകർച്ചയിലാണ്. എവിടെയും കേരളത്തിന് മുന്നേറ്റമില്ല. അവർ ചോദിക്കുകയാണ്, കേരളത്തിന് നല്ല ആശുപത്രികളില്ലേ? ഉണ്ട്. കേരളത്തിന് നല്ല പ്രൈവറ്റ് ആശുപത്രികളുണ്ട്. ആ പ്രൈവറ്റ് ആശുപത്രികളിലേക്ക് പണം കൊടുത്തു പോകാൻ സാധാരണക്കാരുടെ മുഴുവൻ കയ്യിൽ പണമുണ്ടോ? മെഡിക്കൽ കോളേജിൽ പോയാൽ ഒരു രോഗം ബാധിച്ചുകൊണ്ട് ഒരു സാധാരണക്കാരൻ മെഡിക്കൽ കോളേജിലേക്ക് പോയി കഴിഞ്ഞാൽ ആ സാധാരണക്കാരന് സ്കാൻ എടുക്കാൻ മെഷീനില്ല. 6 മാസം കഴിഞ്ഞ് വരാൻ പറയും. മെഡിക്കൽ കോളേജിലേക്ക് ഒരു ക്യാൻസർ ബാധിതൻ പോയാൽ ആ ക്യാൻസർ ബാധിതനോട് പറയുകയാണ്, നിങ്ങൾ 3 മാസം കഴിഞ്ഞ് തിരിച്ചു വരണം, MRI സ്കാൻ ചെയ്യാൻ സംവിധാനമില്ല. ഒരു ടെസ്റ്റിനോ ലാബിനോ ചെന്ന് കഴിഞ്ഞാൽ പ്രൈവറ്റ് മേഖലയിലേക്ക് എഴുതി കൊടുക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിങ്ങൾ ചെന്നാൽ ആ തിരുവനന്തപുരം മെഡിക്കൽ കോളേജില് പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള സ്ത്രീ അവിടെ പായ വിരിച്ച് ഇടനാഴിയിൽ സ്ഥലമില്ലാതെ കിടക്കാൻ സ്ഥലമില്ലാതെ കിടക്കുന്ന സാഹചര്യം ഉണ്ടാകും. എന്നാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി അമേരിക്കയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് 8 ആശുപത്രികൾ മീഡിയേറ്ററായി നിന്നുകൊണ്ട് കച്ചവടം ചെയ്തു കഴിഞ്ഞു. 8 ആശുപത്രികൾ. ഒരാശുപത്രിയുടെ വില എന്ന് പറയുന്നത് 3300 കോടി രൂപയാണ്. ഞാൻ പറയുന്നത് ശരിയാണോ അല്ലയോ എന്നുള്ളത് എന്നെ കേൾക്കുന്ന കേരളത്തിലെ മാധ്യമപ്രവർത്തകന്മാർ പരിശോധിക്കണം. 8 വലിയ ആശുപത്രികൾ കേരളത്തിൽ കച്ചവടം ചെയ്തു കഴിഞ്ഞു. സ്വകാര്യ മുതലാളിമാരുടെ ആശുപത്രികൾ കച്ചവടം ചെയ്യുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കാം. 4 കോടി രൂപ പഞ്ചശീൽ എന്ന് പറയുന്ന ഒരു കമ്പനി
മാർക്സിസ്റ്റ് പാർട്ടിക്ക് 4 കോടി രൂപ കൊടുത്തു അവരുടെ പാർട്ടി ഫണ്ടിലേക്ക്. പഞ്ചശീൽ എന്ന് പറയുന്ന കമ്പനിക്ക് കേരളത്തിൽ ഒരു കച്ചവടവുമില്ല. അവർ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നില്ല. കേരളത്തിൽ അവർക്ക് ഒരു ബിസിനസ്സും ഇല്ല. അവർ മഹാരാഷ്ട്രയിലെ കമ്പനിയാണ്. ആ മഹാരാഷ്ട്രയിലെ പഞ്ചശീൽ എന്ന് പറയുന്ന ഒരു കമ്പനി കേരളത്തിന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്തിനാണ് 4 കോടി രൂപ കൊടുത്തത്? ഇവിടുത്തെ വ്യവസായ വകുപ്പ് മന്ത്രി മറുപടി പറയണം. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി മറുപടി പറയണം. 4 കോടി നിങ്ങളുടെ പാർട്ടി ഫണ്ടിലേക്ക് പഞ്ചശീൽ കമ്പനി നൽകി കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ അമേരിക്കയിൽ പോയത്. അവിടെ അമേരിക്കയിൽ പോയി ആ സ്വകാര്യ ആശുപത്രിയുടെ കച്ചവടം നടത്തിയത് ബ്ലാക്ക് സ്റ്റോർ എന്ന് പറയുന്ന ഒരു വമ്പൻ കമ്പനിയുമായിട്ടാണ്. പഞ്ചശീൽ കമ്പനിയും ബ്ലാക്ക് സ്റ്റോറും ഒരുമിച്ചു ചേർന്നുകൊണ്ട് 8 വലിയ ആശുപത്രികൾ ഈ കേരളത്തിന്റെ മണ്ണിൽ വാങ്ങിക്കഴിഞ്ഞു. അതിനർത്ഥം എന്താണ്? ബഹുരാഷ്ട്ര കുത്തകകളെ വെറുക്കുന്നു എന്ന് പറഞ്ഞ് ഇംഗ്ലണ്ട് സിന്ദാബാദ് വിളിക്കാൻ പഠിപ്പിച്ച് ഞങ്ങൾ പാവപ്പെട്ടവരുടെ കൂടെയാണ് എന്ന് പറഞ്ഞ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പണി വന്നാൽ ചികിത്സ അമേരിക്കയിൽ, അവരുടെ മന്ത്രിമാർക്ക് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അവർ ചികിത്സയ്ക്ക് പോകുന്നത് വിദേശത്ത്. എന്നാൽ 8 സ്വകാര്യ ആശുപത്രികളെ വമ്പൻ കമ്പനി വന്ന് വാങ്ങിയാൽ പാവപ്പെട്ട സാധാരണക്കാരന്റെ മക്കൾക്കൊരു രോഗം വന്നാൽ ആ ആശുപത്രിയിൽ പോയി ചികിത്സ നടത്താൻ സാധാരണക്കാരന്റെ കയ്യിൽ പണമില്ലെങ്കിൽ ഇവിടുത്തെ മെഡിക്കൽ കോളേജുകളെ പുനരുദ്ധരിക്കണ്ടേ? ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളെ നേരെയാക്കണ്ടേ? ഇവിടുത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളെ തകർത്തുകൊണ്ട് മകൾക്ക് കൂട്ടിരിക്കാൻ അമ്മ പോയാൽ കെട്ടിടം ഇടിഞ്ഞു വീണ് അമ്മ മരിക്കും. കണ്ടില്ലേ നിങ്ങൾ? കോട്ടയം മെഡിക്കൽ കോളേജില് മകളെ നോക്കാൻ വേണ്ടി പോയ അമ്മയുടെ തലയിൽ കെട്ടിടാവശിഷ്ടങ്ങൾ തകർന്നു വീണുകൊണ്ട് അമ്മ മരിച്ചു. മരിച്ചപ്പോൾ ദുഃഖം പറഞ്ഞുകൊണ്ട് MLA-മാർ പോയി, മന്ത്രിമാർ പോയി. അവിടെ UDF-ന്റെ MLA കരഞ്ഞു. ആ MLA എന്തുകൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജില് സാഹചര്യങ്ങൾ ഇല്ലാത്തതിനെ കുറിച്ച് പറഞ്ഞില്ല? ആ MLA-യും അവിടുത്തെ MP-യും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും ഭരണകൂടത്തിന്റെ ആളുകൾക്കും ആരോഗ്യവകുപ്പ് മന്ത്രി വീണയ്ക്കും അറിയില്ലേ കേരളത്തിന്റെ മെഡിക്കൽ കോളേജുകളിൽ സൗകര്യങ്ങളില്ല, സജ്ജീകരണങ്ങളില്ല, ആ മെഡിക്കൽ കോളേജുകൾ ഇടിഞ്ഞു വീഴാൻ നിൽക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ അത് നന്നാക്കണ്ടേ? മഹാരാഷ്ട്രയില് ഒരു അടൽ സേതു പാലം കെട്ടി. എന്താണെന്നറിയുമോ? കോട്ടയം മെഡിക്കൽ കോളേജിന്റെ അകത്ത് 19 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു പദ്ധതി തുടക്കം കുറിച്ചത് അടൽ സേതു പദ്ധതിക്ക് തറക്കല്ലിട്ട ദിവസമാണ്. അടൽ സേതു വലിയ പദ്ധതിയാണ്. കോടാനു കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ച പദ്ധതിയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിന്റെ ഭാഗമാണ്. ആ പദ്ധതി ഉദ്ഘാടനം ചെയ്തിട്ടും ആ പദ്ധതി ജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടും പ്രിയപ്പെട്ടവരെ, കോട്ടയത്തെ ഈ കുഞ്ഞു സെന്റർ ഉണ്ടല്ലോ, 19 കോടി രൂപ ചെലവഴിച്ച് 5 കോടിയുടെ ചെലവ് പോലുമില്ല, ബാക്കി അടിച്ചു മാറ്റി. ഇരിക്കട്ടെ, നിങ്ങൾ അത് തെറ്റ് ചെയ്തിട്ടും നിങ്ങളുടെ സ്ഥാപനം തുറന്നു കൊടുക്കാൻ അടൽ സേതുവിന്റെ പണി കഴിയുന്നത് വരെ ഒച്ചുകഴിയുന്നത് വരെ നീക്കിക്കൊണ്ടുപോയ ഒരു ഗവൺമെന്റാണ്, വികസനം മുരടിപ്പിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം നൽകുന്ന ഒരു ഗവൺമെന്റ്. റീത്തുമായിട്ട് പോയി ആ കുട്ടിക്ക് അമ്മയെ തിരിച്ചുവിട്ടുമോ? അമ്മയെ തിരിച്ചുവിട്ടില്ല. സർക്കാർ കുറച്ചു പൈസ കൊണ്ടുപോയി കൊടുത്തു. പിന്നെ നമ്മൾ കണ്ടു കൊല്ലത്ത് എല്ലാ രാഷ്ട്രീയക്കാർക്കും കരയേണ്ടി വന്നു. എല്ലാ രാഷ്ട്രീയക്കാരും കരഞ്ഞു. ഞങ്ങളൊക്കെ പോയി. അവിടെ എന്താ സംഭവിച്ചത്? ഒരു സർക്കാർ സ്കൂളിൽ ഇടിഞ്ഞു തൂങ്ങി വീഴാറായ സ്കൂളിന്റെ മുകളിൽ അനന്തു എന്ന് പറയുന്ന ഒരു കുട്ടി തീപ്പൊള്ളലേറ്റ് മരിച്ചു. സർക്കാരിന്റെ അനാസ്ഥയായിരുന്നു, പഞ്ചായത്തിന്റെ അനാസ്ഥയായിരുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തും സർക്കാരിന്റെ അനാസ്ഥയും ചേർന്നുകൊണ്ട് ഒരു കുട്ടിയുടെ ജീവൻ എടുത്തപ്പോ ആ കുട്ടിയുടെ സംസ്കാര ചടങ്ങിൽ പോയി ആ കുട്ടിയുടെ വീട്ടിലേക്ക് കുറച്ചു രൂപ കൊടുത്ത് അങ്ങനെ അവിടുത്തെ ജനരോഷത്തെ അടിച്ചമർത്താൻ നോക്കി. നമ്മൾ കണ്ടു മലപ്പുറം ജില്ലയില് അവിടെ വൈദ്യുതി ഷോക്കേറ്റ് മരിച്ചത് ആരായിരുന്നു? ഒരു പാവപ്പെട്ടവന്റെ മകനായിരുന്നു. എന്താ കാരണം? അത് അനാസ്ഥ, KSB ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥയായിരുന്നു. മുയലിനെ പിടിക്കാൻ വേണ്ടി കെണിവെച്ചതാണ് എന്നാണ് കാരണം പറഞ്ഞത്. ഇങ്ങനെ സാധാരണക്കാരനെ സംരക്ഷിക്കാൻ അറിയാത്ത, നോക്കാൻ അറിയാത്ത ഒരു മെഡിക്കൽ സംവിധാനത്തെ പരിശോധിക്കണമെങ്കിൽ ആ കെട്ടിടത്തിൽ ഒരാൾ മരിക്കണം എന്ന് തീരുമാനമെടുത്തിട്ടുള്ള ഈ ഭരണകൂടത്തിന്റെ കാവൽക്കാരായിട്ടുള്ള മനുഷ്യർ, അവർക്ക് പനി വന്നാൽ, അവർക്ക് ചുമ വന്നാൽ, അവർക്കൊരു രോഗം വന്നാൽ അവർ അമേരിക്കയിലേക്ക് പോകുന്നു. വലിയ കമ്പനികളുമായിട്ട് ടൈപ്പ് നടത്തുന്നു. എന്താ കാരണം? കാരണം മറ്റൊന്നുമല്ല, ഈ സ്വകാര്യ മേഖലയെ സഹായിക്കണമെങ്കിൽ എല്ലാ മനുഷ്യരും ആശുപത്രികൾ അന്വേഷിച്ച് സ്വകാര്യ മേഖലയിലേക്ക് പോയാലേ ആ
ഉണ്ടാക്കിയിട്ടുള്ള കരാറിനുള്ള കൂലി കൃത്യമായിട്ട് കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് സാധാരണക്കാരന്റെ നേതാവ് എന്ന് ഇനി പിണറായി വിജയനെ വിളിക്കാൻ പറ്റില്ല. ഞാൻ കണ്ണൂരിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്, അഴീക്കോട് നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. എത്രയോ വലിയ വിപ്ലവകാരികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലതൊട്ടപ്പന്മാരുടെ നാടായിരുന്നു അഴീക്കോട്, മറന്നിട്ടില്ല. എത്രയോ നല്ല നേതാക്കന്മാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിരുന്നു. ഒരു യാത്ര കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് സഖാവ് നടത്തിയാൽ, AK ഗോപാലൻ നടത്തിയാൽ, എവിടെയെങ്കിലും ഒരു സമരം നടക്കുന്നുണ്ടെങ്കിൽ എന്താണ് സമരത്തിന്റെ കാരണമെന്ന് അന്വേഷിച്ച് AK ഗോപാലൻ ആ വഴിയിൽ ഇറങ്ങി നിൽക്കുമായിരുന്നത്രേ. അങ്ങനെ സമരം നടത്തുന്നവന്റെ ജാതി ചോദിക്കില്ല, മതം ചോദിക്കില്ല, സമരം നടത്തുന്നവന്റെ രാഷ്ട്രീയ പാർട്ടി അന്വേഷിക്കില്ല. അങ്ങനെ AK ഗോപാലൻ അവിടെ ചെന്ന് കാര്യം അന്വേഷിച്ച് തിരിച്ചു പോകുമെങ്കിൽ 3 കോടി രൂപയിലധികം ചെലവഴിച്ചുകൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഉടയാത്ത ഷർട്ടുമിട്ടുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു യാത്ര നടത്തി. ഒരു ബസ്സിൽ, ഓർമ്മയില്ലേ നമുക്ക്? ആ ബസ്സിൽ യാത്ര നടത്തിയപ്പോ കയറാനും ഇറങ്ങാനും ബസ്സിൽ ലിഫ്റ്റ് പിടിപ്പിച്ചു, അല്ലെ? ആ യാത്രയിൽ ഏതെങ്കിലും ഒരു കർഷക തൊഴിലാളിയുടെ പുറത്തു തട്ടി ആശ്വസിപ്പിക്കാൻ, ഏതെങ്കിലും വിയർക്കുന്ന മണമുള്ള ഒരാളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കാൻ സാധിക്കാതെ ഈ പണം ചിലവഴിച്ചുകൊണ്ട് ബസ്സുമായിട്ട് യാത്ര നടത്തിയപ്പോ യാത്ര കഴിഞ്ഞ ഒരു റിസൾട്ടും ഉണ്ടായില്ല. യാത്ര കഴിഞ്ഞപ്പോ മാധ്യമ സുഹൃത്തുക്കൾ ബാലേട്ടനോട്, പാലക്കാടിലെ ബാലേട്ടനോട് ചോദിച്ചു, അല്ല മിസ്റ്റർ ബാലൻ, എന്താണ് ഈ യാത്രയുടെ ഉദ്ദേശം? അപ്പൊ ബാലേട്ടൻ പറഞ്ഞു, ഒന്നും പറ്റിയില്ലെങ്കിലും ആ ബസ് നമുക്ക് മ്യൂസിയത്തിൽ വെക്കാമല്ലോ എന്നാണ് അന്ന് മിസ്റ്റർ ബാലൻ കൊടുത്ത മറുപടി. അത് വേണ്ടിവരും. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ പാർട്ടിയെ നശിപ്പിക്കുന്നവരുടെ ചിന്തകളും ഓർമ്മകളും തീർച്ചയായിട്ടും വരാൻ പോകുന്ന നാളുകളിൽ മ്യൂസിയത്തിൽ വെക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇതിനെ ഇനി കണ്ടുപിടിക്കാൻ ഈ പ്രത്യയ ശാസ്ത്രം നാട്ടിൽ ഉണ്ടാകില്ല എന്നുള്ളത് ഈ രാജ്യത്ത് ഞാനും നിങ്ങളും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, പ്രതിപക്ഷത്തിന്റെ കസേരയിലിരുന്ന ലീഡർ ഉണ്ടായിരുന്നു മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യയിൽ. പ്രതിപക്ഷത്തിന്റെ കസേരയിലിരുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി UPA ഗവൺമെന്റിനെ പിന്താങ്ങുമ്പോൾ കൈ നീർത്തിപ്പിടിച്ചാലും എണ്ണാൻ സാധിക്കാത്തവർ കൂടെ ഉണ്ടായിരുന്നു. ജയിച്ച MP-മാർ 10-ലധികം MP-മാരുണ്ടായിരുന്നു. അവർ പാലക്കാട് കടന്നു. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് വാങ്ങിയവർ, അതുപോലെ CPI-ക്കാർ, അതിൽ അരിവാൾ ചുറ്റിക നെൽക്കടവിൽ വോട്ട് വാങ്ങി ജയിച്ചവർ, അവർ പാലം കടന്ന്, അല്ലെ, പാലക്കാട് കടന്ന് അവർ ഡൽഹിക്ക് പോയി. ഡൽഹിയിലെത്തിയപ്പോ അവരെന്ത് ചെയ്തു? അവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് പുറമേ നിന്ന് പിന്തുണ കൊടുത്തു. ആർക്ക്? മൻമോഹൻ സിംഗിന്. ആരാ മൻമോഹൻ സിംഗ്? കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി. ആരാ മാർക്സിസ്റ്റ് പാർട്ടി? ആരാ CPI? ഇവർ രണ്ടു കൂട്ടരും പറയുന്നത് ഞങ്ങൾ കോൺഗ്രസിനെതിരാണ്. കാരണം ഈ രാജ്യത്ത് 60 വർഷക്കാലം ഭരിച്ചു മുടിച്ച് അഴിമതി ചെയ്ത് ആകാശത്തും പാതാളത്തിലും അഴിമതി നടത്തിയ ഈ കോൺഗ്രസിനെ മാറ്റി നിർത്താൻ വേണ്ടി ഞങ്ങൾക്ക് വോട്ട് തരണമെന്ന് പറഞ്ഞ് സാധാരണക്കാരനെ പറ്റിച്ച് കബളിപ്പിച്ച് വോട്ടും വാങ്ങി ജയിച്ചു പോയപ്പോ RSSന്റെ ഒരു പ്രവർത്തകൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമോ എന്നുള്ള ഭയം അവർക്കുണ്ടായി. RSSകാരനായ അടൽ ബിഹാരി വാജ്പേയി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായപ്പോ 10 വർഷം 3 ദിവസം 13 മാസം, പിന്നീട് ആകെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഏതാണ്ട് 6 വർഷക്കാലത്തോളം ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കസേരയിൽ ശ്രീമാൻ അടൽ ബിഹാരി വാജ്പേയി ഇരുന്നതിന് ശേഷം ഏതെങ്കിലും അതുപോലെയുള്ള ഒരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കസേരയിൽ ഇരിക്കുമോ എന്നുള്ള ഭയപ്പാട് കൊണ്ട് ഒന്നാം UPA ഗവൺമെന്റിനെ പിന്തുണ കൊടുത്ത ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് സാക്ഷാൽ നമ്മളൊക്കെ ദൈവവിശ്വാസികളാണ്. സാക്ഷാൽ ജഗദീശ്വരൻ കൊടുത്ത ഒരു പണിയാണ് ഈ പാർട്ടി പടവലങ്ങ പോലെ താഴേക്ക് പോന്നു. കോൺഗ്രസിനെ സഹായിച്ച മാർക്സിസ്റ്റ് പാർട്ടിക്ക് ആകെ ഒരേ ഒരാളാണ് അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. അത് ആലപ്പുഴക്കാരൻ ആരിഫായിരുന്നു. ഓർമ്മയില്ല നിങ്ങൾക്ക്? മാർക്സിസ്റ്റ് പാർട്ടിക്ക് ആരുമില്ലാതായി പോയി എന്നുള്ള സാഹചര്യം ഇന്ത്യൻ ജനാധിപത്യത്തിനകത്തുണ്ടായി. ഒരാളിപ്പോ ഉണ്ട്. ആരാണ്? നമ്മുടെ ചേലക്കരയിലെ രാധാകൃഷ്ണൻ. ആരാ രാധാകൃഷ്ണൻ? മാർക്സിസ്റ്റ് പാർട്ടിയിൽ കട്ടപ്പാടറിഞ്ഞ് പട്ടിണി കിടന്ന് പൊതുപ്രവർത്തനം നടത്തി കയറി വന്ന ആൾ ചന്ദനം ചാരുന്നതിന് പകരം ചാണകം ചാരിയപ്പോ അഴിമതിക്കാരുടെ കൂടെ കിടന്നു, കൂടെ ഉറങ്ങി, കൂടെ ഭക്ഷണം കഴിച്ചു, കൂടെ ടൂർ പോയി. അഴിമതിക്കാരനായിട്ടുള്ള മുൻ മന്ത്രി മൊയ്തീന്റെ കൂട്ടുകച്ചവടത്തിൽ പങ്കാളിയായി. അവസാനം കരിവന്നൂരിലെ സർക്കാരിന്റെ കൊള്ളയ്ക്ക് മറുപടി പറയേണ്ട സാഹചര്യമുണ്ടായി. ചില കാര്യങ്ങൾ മിസ്റ്റർ രാധാ
പറയുന്ന കാര്യങ്ങളിൽ ചർച്ചയിൽ പങ്കെടുക്കുകയോ ഒരു ചോദ്യം ചോദിക്കാനോ ആ രാധാകൃഷ്ണൻ ജി എണീറ്റ് നിൽക്കുന്നത് ഞാനോ നിങ്ങളോ എവിടെയും കണ്ടില്ല. കരുവന്നൂരിലെ സഹകരണ സംഘ തട്ടിപ്പ് നടത്തിയത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരാണ് എന്ന് ആദ്യം പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് BJP അല്ല, RSS അല്ല, സുരേഷ് ഗോപി അല്ല. ഞങ്ങളൊക്കെ യാത്ര നടത്തുന്നതിന് മുൻപ് കരുവന്നൂർ സഹകരണ സംഘത്തിൽ തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ യൂണിയനിൽ മെമ്പറായിട്ടുള്ള അവിടെ തന്നെ ജോലി ചെയ്ത ബാങ്കിന്റെ സെക്രട്ടറിയാണ് മിസ്റ്റർ സുരേഷ്. ആ സുരേഷിന് ജീവനിൽ ഭയമുണ്ടായി. ആ സുരേഷ് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എടുത്ത തീരുമാനം കോൺഗ്രസ് പാർട്ടിയിൽ പോകുക എന്നുള്ളതല്ല. ആ സുരേഷ് ഏറ്റവും ആദ്യം കാണാൻ വന്നത് നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രനെയാണ്. ഞാൻ സ്വീകരിച്ചു, ചായ കൊടുത്തു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ധൈര്യമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർഷിപ്പ് നിങ്ങൾ തരാം. ഈ പാർട്ടിയുടെ കൊടി പിടിച്ചാൽ നിങ്ങളെ സംരക്ഷിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്കും സംഘപരിവാർ പ്രസ്ഥാനത്തിനും തൃശൂർ പേരൂരിന്റെ മണ്ണിൽ കരുത്തുണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ ശ്രീമാൻ സുരേഷ് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞു അവിടെ നടന്ന മുഴുവൻ കാര്യങ്ങളും. എന്റെ പ്രസംഗം കേൾക്കുന്നതിൽ ഏതെങ്കിലും ഒരു സഖാവുണ്ടെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ കുടുംബത്തിലെ ഭാര്യയെ പോലെ ഒരു CPI-കാരന്റെ ഭാര്യയെ ഇവർ ജയിലിലടച്ചു. എന്നതിനു വേണ്ടി കരുവന്നൂർ സാരണ തട്ടിപ്പിൽ ഒന്നാം പ്രതി ആ CPI-കാരന്റെ ഭാര്യയും CPIM-ന്റെ ഒരു പ്രവർത്തകന്റെ ഭാര്യയുമാക്കി മാറ്റി. കാരണം എന്താണ്? മിനിറ്റ്സ് ബുക്കിൽ ഒപ്പിടിപ്പിച്ചത് അവരെ കൊണ്ടാണ്. പക്ഷേ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയ, പാവപ്പെട്ടവന്റെ പണം കവർന്നെടുത്ത ആ സഹകരണ സംഘ കൊള്ളയെ കുറിച്ച് പ്രധാനമന്ത്രിക്ക് പോലും സംസാരിക്കേണ്ടി വന്ന ആ ഏറ്റവും വലിയ കൊള്ളയ്ക്ക് കൂട്ടുനിന്ന മുൻ ദേവസ്വം മന്ത്രി രാധാകൃഷ്ണൻ, അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? ഞാനൊക്കെ വിശ്വസിക്കുന്നത് അയ്യപ്പന്റെ മുന്നിൽ ചെന്ന് നിന്നു. ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നു. അവിടെ ചെന്നപ്പോ അവിടെ നിന്ന് അദ്ദേഹത്തിന് തീർത്ഥം കൊടുത്തു. കയ്യിൽ തീർത്ഥം കിട്ടിയ വശം മന്ത്രി രാധാകൃഷ്ണൻ, ദേവസ്വം വകുപ്പ് മന്ത്രിയാണ്, മന്ത്രി രാധാകൃഷ്ണൻ തീർത്ഥം താഴെ ഒഴിച്ചു. പത്രക്കാര് ചോദിച്ചപ്പോ പറഞ്ഞു, ഞാൻ ഈ വെള്ളമൊന്നും കുടിക്കില്ല എന്നാണ് പറഞ്ഞത്. ശബരിമല സന്നിധിയിൽ അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീമാൻ രാധാകൃഷ്ണൻ ആചാരത്തെയാണ് ചോദ്യം ചെയ്തതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, കടകംപള്ളി സുരേന്ദ്രൻ ചെയ്തത് ശബരിമല അയ്യപ്പന്റെ കട്ടിളപ്പായി പൊളിച്ചെടുക്കാനും അയ്യപ്പന്റെ വാരിവാഹനം കവർന്നെടുക്കാനും അയ്യപ്പന്റെ ആചാരത്തെയും അനുഷ്ഠാനത്തെയും തകർക്കാനും അത് ഇന്ത്യയിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനും വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് പരിശ്രമിച്ചപ്പോ അതിനവര് കൂടെ കൂട്ടിയത് രണ്ട് പാർട്ടികൾക്കും പ്രിയപ്പെട്ടവനായിട്ടുള്ള ഉണ്ണികൃഷ്ണനെയാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റി. അത് യഥാർത്ഥത്തിൽ പുലർച്ചെ 4 മണിക്ക് എണീറ്റ് ഓം ഭൂർഭുവസ്വഃ സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത് ഓം ശാന്തി 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 എന്നുള്ള ഗായത്രി മന്ത്രം ജപിച്ച് ലക്ഷങ്ങൾ ഉരുക്കഴിച്ച് നല്ല ബുദ്ധി മാത്രം തലയിൽ വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്പലങ്ങളിൽ പൂജാവിധികളിൽ ഏർപ്പെടുന്നവർക്ക് മുഴുവൻ നാണക്കേടുണ്ടാക്കി കളങ്കമുണ്ടാക്കിയ ആ ഉണ്ണികൃഷ്ണൻ പോറ്റി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ദേവസ്വം വകുപ്പ് മന്ത്രിയെ മാത്രമല്ല കണ്ടത്. ആ ഉണ്ണികൃഷ്ണൻ പോറ്റി പത്തനംതിട്ടയിലെ ശബരിമല നിലനിൽക്കുന്ന പത്തനംതിട്ടയിലെ പാർലമെന്റേറിയനെയും കൊണ്ട് സോണിയാ മാഡത്തിനെ കാണാൻ പോയി. ആ ഉണ്ണികൃഷ്ണൻ പോറ്റി ആറ്റിങ്ങലിലെ പാർലമെന്റ് MP ആയിട്ടുള്ള അടൂർ പ്രകാശിനെയും കൊണ്ട് സോണിയാഗാന്ധിയെ കാണാൻ പോയി. ആ ഉണ്ണികൃഷ്ണൻ പോറ്റി മാർക്സിസ്റ്റ് പാർട്ടിയുടെ കടകംപള്ളി സുരേന്ദ്രനായിട്ടും വാസവനായിട്ടും ബന്ധമുള്ള ആളായിരുന്നു. ആ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരും ബോർഡ് മെമ്പർമാരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു തീവെട്ടിക്കൊള്ള നടക്കണമെങ്കിൽ ദേവസ്വം വകുപ്പ് മന്ത്രി അറിയാതെ നടത്താൻ പറ്റില്ല. മാർക്സിസ്റ്റ് പാർട്ടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ ശബരിമലയിലെ കൊള്ള നടത്താൻ പറ്റില്ല. എന്താ കടകംപള്ളിയെ ചോദ്യം ചെയ്യാത്തത്? ഒരു SIT-യുടെ അന്വേഷണം വന്നു. SIT പിണറായി വിജയൻ. SIT ഓരോരോ ആളുകൾക്ക് ജാമ്യം കിട്ടുന്ന രീതിയിൽ ഓരോരുത്തരും ജാമ്യം നേടിക്കൊണ്ടിരിക്കുകയാണ്. ജാമ്യം കിട്ടുന്ന രീതിയിലാണ് അന്വേഷണവും തട്ടിപ്പും നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇവിടുത്തെ ഹിന്ദു മതവിശ്വാസികളോട് ഒരു സമീപനം, ആ സമീപനം എന്ന് പറയുന്നത് നിങ്ങളുടെ പണമെല്ലാം ഞങ്ങൾക്ക് വേണം, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന നാണയത്തുട്ടുകളും നോട്ടുകെട്ടുകളും അമ്പലത്തിനകത്തെ കാണിക്കിടുന്നത് മുഴുവൻ ഞങ്ങൾക്ക് വേണം, നിങ്ങളെ നോക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജനങ്ങൾ പാഠം പഠിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഈ മാർക്സിസ്റ്റ് പാർട്ടിയോട് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം, ആരാണ് ഇവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി? ചോദിക്കണ്ടേ? ആരാണ് നിങ്ങളുടെ ഇന്ത്യയിലെ
സ്ഥാനാർത്ഥി. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ ചോദിച്ചു, അവർ ഉത്തരം പറഞ്ഞില്ല. അവരുടെ പാർലമെന്റിലെ ഏറ്റവും വലിയ ലീഡർ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി നടന്നു വരുമ്പോ ഒരു ബ്രിട്ടാസ് പോയിട്ടുണ്ട്. ഇത് അരീക്കോടാണ്, കണ്ണൂരാണ്. ബ്രിട്ടാസ് ഒരു പൊടി പിടിച്ചിട്ടുണ്ടോ? ബ്രിട്ടാസ് പോലീസിന്റെ ഒരു ലാത്തി ചാർജ് ഏറ്റുവാങ്ങിയിട്ടുണ്ടോ? ബ്രിട്ടാസ് ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഒന്നുമില്ല. ബ്രിട്ടാസ് ചെയ്തു കൊടുത്ത പണി എന്ന് പറയുന്നത് മാതാ അമൃതാനന്ദമയി ദേവിക്കെതിരെ ഒരു പ്രഖ്യാപനം നടത്താൻ ശ്രമിച്ചു. ബ്രിട്ടാസ് ചെയ്ത പണി എന്ന് പറയുന്നത് ഒരു വിദേശ വനിതയെ കൊണ്ട് വള്ളിക്കാവ് തകർക്കാൻ പരിശ്രമിച്ചു. ബ്രിട്ടാസ് ചെയ്തു കൊടുത്ത പണി എന്ന് പറയുന്നത് 8 ആശുപത്രികളിലെ മുതലാളിമാരുമായിട്ട് പിണറായി വിജയനെ കൈകോർത്ത് പിടിക്കാൻ പരിശ്രമിച്ചു. ബ്രിട്ടാസ് ചെയ്തു കൊടുത്ത പണി എന്ന് പറയുന്നത് ഡൽഹിയിൽ ഇരിക്കുന്ന തോമസ് മാഷും ചേർന്നുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവരുന്ന കോടിക്കണക്കിന് രൂപ വകമാറി ചെലവഴിക്കാൻ പ്രോത്സാഹനം കൊടുത്തു. അവിടെയുള്ളവരെ ചോദിക്കുമ്പോ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ സ്വന്തമായിട്ട് ഭാഷ കയ്യിലുള്ള ബ്രിട്ടാസ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഉപജാപക വൃന്ദത്തിലെ പ്രധാനിയാണ് എന്നുള്ളത് കൊണ്ടാണ് പണിയെടുക്കാത്ത മേലനങ്ങാത്ത ബ്രിട്ടാസിന് തന്നെ രാജ്യസഭാ സീറ്റ് കൊടുത്തത്. ബ്രിട്ടാസിന് കുംഭമേള എന്ന് കേട്ടാൽ ചൊറിയും. ബ്രിട്ടാസിന് കേരളത്തിലെ സദാനന്ദൻ മാസ്റ്ററെ കണ്ടാൽ അദ്ദേഹത്തിന് ഏലക്കേടാണ്. ആരാണ് സദാനന്ദൻ മാസ്റ്റർ? സദാനന്ദൻ മാസ്റ്റർ എന്ന് പറയുന്നത് ഒരു രാജ്യസഭാ സീറ്റ് കിട്ടുമെന്ന് മോഹിച്ച് RSSന്റെ പ്രവർത്തനത്തിൽ വന്ന ആളല്ല. ആരാ സദാനന്ദൻ മാസ്റ്റർ? സദാനന്ദൻ മാസ്റ്ററെ 2 കാലും വെട്ടിയെടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരല്ലേ? സദാനന്ദൻ മാസ്റ്ററുടെ 2 കാലും വെട്ടിയെടുത്തുകൊണ്ട് ആ മനുഷ്യനെ കേരളത്തിന്റെ തെരുവീതിയിൽ പിച്ചു ചീന്തിയത് ഞാനും നിങ്ങളും കണ്ടതല്ലേ? കല്യാണം സമയത്ത്, അതായത് വിവാഹം പോലും കഴിക്കുന്നതിന് മുൻപ് യൗവനയുക്തനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ അദ്ദേഹത്തിന്റെ ജീവിതത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് ജനാധിപത്യം, അതായത് BJP എന്താണ് എന്ന് ജനങ്ങളെ പഠിപ്പിക്കാൻ പരിശ്രമിച്ചു. RSS എന്താണ് എന്ന് ജനങ്ങളെ മനസ്സിലാക്കിക്കാൻ പരിശ്രമിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് സദാനന്ദൻ മാസ്റ്ററെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ കൊടുത്തത്. എന്നാൽ പോയിട്ടുള്ള ആളുകൾക്കിടയിൽ 2 കാലും അദ്ദേഹത്തെ വെട്ടിയെടുത്തും മാറ്റി മരിച്ചു എന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് അവർ പിന്തിരിഞ്ഞു പോയതെങ്കിൽ രാജ്യസഭയിലെ തന്റെ 2 കാലുകളും ഊരി മേശപ്പുറത്ത് വെച്ച് മാസ്റ്റർ പ്രതിഷേധിച്ചത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ കേരളത്തിലെ 300ഓളം വരുന്ന ബലിദാനികളുടെ ശബ്ദമാണ്. രാജ്യസഭയ്ക്കകത്ത് ബ്രിട്ടാസിന്റെ മുന്നിലും ഇന്ത്യയുടെ ഭരണകൂടത്തിന്റെ മുന്നിലും സദാനന്ദൻ മാസ്റ്റർ പ്രകടിപ്പിച്ചതെങ്കിൽ ആ സദാനന്ദൻ മാസ്റ്റർ എന്താ നിങ്ങൾ അങ്ങോട്ട് ഉരുക്കി കളയോ? ബ്രിട്ടാസിനൊന്നും വെല്ലുവിളിക്കാനായിട്ടില്ല സദാനന്ദൻ മാഷോട്. കാരണം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞങ്ങളുടെ നേതാക്കന്മാർ, ഞങ്ങളുടെ സംഘപരിവാർ പ്രസ്ഥാനത്തിലെ പ്രവർത്തകന്മാർ എന്ന് പറയുന്നത് തീയിൽ കുരുത്തവരാണ്. ബ്യൂട്ടി പാർലറിൽ പോയി പൗഡറും പൊത്തി വരുന്ന ബ്രിട്ടാസ് അല്ല മിസ്റ്റർ സദാനന്ദൻ മാസ്റ്റർ എന്നുള്ള ഓർമ്മ ബ്രിട്ടാസിന് വേണമെന്നുള്ളത് കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടി ഞങ്ങൾ അസന്നിഗ്ധമായി ബ്രിട്ടാസിനെ അറിയിക്കുകയാണ്. നിങ്ങൾക്ക് ജനാധിപത്യത്തെ കുറിച്ച് പറയാൻ എന്ത് അവകാശമാണുള്ളത്? നിങ്ങൾ കണ്ണൂർ ജില്ലയിൽ ആളുകൾക്ക് മത്സരിക്കാൻ അവകാശം കൊടുക്കാത്ത എത്രയോ സ്ഥലങ്ങളില്ലേ? നിങ്ങൾ എത്രയോ പ്രദേശങ്ങളിൽ മത്സരിക്കണമെന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് വരുന്നവരെ നിങ്ങൾ അടിച്ചിട്ടില്ലേ? നിങ്ങൾ കൊലപ്പെടുത്തിയിട്ടില്ലേ? നിങ്ങൾ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടോ? നിങ്ങൾ ഇവിടുത്തെ ഭീകരവാദ സംഘടനകളുമായി കൈകോർത്ത് പിടിച്ചുകൊണ്ടല്ലേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കസേരയിലിരിക്കുന്നത്? ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയോടൊപ്പം കൈകോർത്ത് പിടിച്ചുകൊണ്ട് 120 സീറ്റുകളിൽ നിങ്ങൾ അവിശുദ്ധ സഖ്യമുണ്ടാക്കിയതിന്റെ റിസൾട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേര ശ്രീമാൻ പിണറായി വിജയന് കിട്ടിയത്. അല്ല എന്ന് പറയാൻ സാധിക്കുമോ? എന്നാൽ ഇപ്പൊ പറയുന്നത് എന്താണ്? ഗോവിന്ദ മാഷ പറയുന്നത് ഞങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിയെ വെറുപ്പാണ്. കാരണം എന്താ? കിട്ടാത്ത മുന്തിരി കുളിക്കും. ജമാഅത്ത് ഇസ്ലാമിയെ VD സതീശൻ എടുത്ത് മടിയിൽ വെച്ചിരിക്കുകയാണ്. VD സതീശന്റെ താല്പര്യം എന്താണ്? VD സതീശൻ തിരുനാവായിൽ നടന്ന മഹാമാഗത്തിൽ പങ്കെടുക്കാമെന്നോ? വന്നില്ല. VD സതീശൻ മറ്റേതു മതക്കാരുടെയും പരിപാടിയിൽ പോകും. എന്നാൽ VD സതീശൻ തനിക്ക് കിട്ടിയിട്ടുള്ള തന്റെ വിശ്വാസമായിട്ടുള്ള വിശ്വാസമുണ്ട് എന്ന് ഞാൻ കാണുന്നുണ്ട്. കാരണം ഞങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് മൂകാംബിയിലേക്ക് പോകുമ്പോ മൂകാംബിക ക്ഷേത്രത്തില് ഒരു മൂലക്കൽ ഇരുന്നു കൊണ്ട് ദേവി മഹാത്മ്യം വായിക്കുന്ന VD സതീശനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അപ്പോ ദേവിയുടെ മുന്നിൽ ചെന്ന് സാഷ്ടാംഗ പ്രണാമവും നടത്തി ദേവി മഹാത്മ്യവും വായിച്ച് ഇവിടുത്തെ ഹിന്ദു മതവിശ്വാസിക്കെതിരെ കുതിര കയറാൻ വേണ്ടി മാത്രം പരിശ്രമിക്കുന്ന VD സതീശനുള്ള കൂലി ഭാവി കേരളത്തിൽ കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട.
നിങ്ങൾ ഇവിടുത്തെ തീവ്രവാദികളുമായി സന്ധി ചെയ്യുകയാണ്, നിങ്ങൾ ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് സന്ധി ചെയ്യുകയാണ്. ഇന്ന് കേരള രാഷ്ട്രീയം അതിവേഗതയിൽ മുന്നോട്ട് പോവുകയാണ്. ഈ കേരളത്തിന് വേണ്ടത് വികസനമാണ്. ആ വികസനം കേരളത്തിൽ ഉണ്ടാകണമെങ്കിൽ കേരളം മാറണം എന്നുള്ളതാണ്. കേരളത്തിലെ ജനത അത് തീരുമാനിച്ചു കഴിഞ്ഞു. 20% വോട്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമുക്കുണ്ടായി. വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നമ്മൾ കേരളത്തിന്റെ നിയമസഭയിൽ ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് 7 പേരെ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ 2ാം സ്ഥാനത്ത് നിർത്തി. അതിനു മുൻപും 5 കൊല്ലം മുമ്പ് അതേ 7 പേരെ നിങ്ങൾ 2ാം സ്ഥാനത്ത് നിർത്തിയെങ്കിൽ നിങ്ങൾ LDF + UDF സമം ഭാരതീയ ജനതാ പാർട്ടി NDA. എന്റെ സഹപ്രവർത്തകന്മാർ 1 ഡസനിലധികം വരുന്ന ആളുകൾ സംഭവിക്കാൻ സാധ്യതയുള്ളത് 30 മണ്ഡലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് 30 MLA-മാരെ സൃഷ്ടിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോ ഭാരതീയ ജനതാ പാർട്ടിയുടെ മാറാത്തത് മാറുമെന്നുള്ള ആ പദ്ധതി അത് ജനം ഏറ്റെടുക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിന് കഠിന പ്രയത്നം ചെയ്യണം. ആ കഠിന പ്രയത്നം ചെയ്യാൻ അഴീക്കോട് നിയോജക മണ്ഡലത്തിലെ ഈ നീർക്കടവ് പ്രദേശത്തെ ജനാധിപത്യ വിശ്വാസികളുടെ ഓരോ വാക്കുകളും നവമാധ്യമങ്ങളിലൂടെയുള്ള ഓരോ പോയിന്റുകളും ഓരോ ഫേസ്ബുക്ക് പോസ്റ്റുകളും ഓരോ ഇൻസ്റ്റഗ്രാമിലുള്ള നിങ്ങളുടെ വാക്കുകളും അത് കേരളമാകെ പടരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന നല്ലവരായിട്ടുള്ള സഖാക്കന്മാരുണ്ട്. അവരെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാവുക. അവരുമായി അവർ നമ്മുടെ പാർട്ടിക്കകത്തേക്ക് കടന്നു വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് 25 വർഷം മാർക്സിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ച ഒരു സഹോദരി കഴിഞ്ഞ ദിവസം BJP-ക്കകത്തേക്ക് ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. അവർക്ക് നമ്മൾ നമ്മുടെ ഈ കുങ്കുമഹരിത പതാക അത് അവരുടെ കൈത്ത് അണിയിച്ചുകൊണ്ട് അവരെ സ്വീകരിച്ചു. കേരളത്തിലെ രാഷ്ട്രീയ ചാണകനായിട്ടുള്ള ശ്രീമൻ കരുണാകരന്റെ മകൾ പത്മജ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിലാണ്. AK ആന്റണിയുടെ മകൻ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിലാണ്. കണ്ണൂരിൽ നിന്ന് ചില മഹാരഥന്മാരിൽ ചിലർ, അതിൽ ഒരാൾ വളരെ വ്യക്തമായി ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരാൻ തീരുമാനമെടുത്തതാണ്. എന്നാൽ ഒരു ചെറിയ ഫോൺ കോളിന്റെ ബലത്തിൽ അല്ലെങ്കിൽ ഭയപ്പാടിൽ അത് ഉപേക്ഷിച്ചുകൊണ്ട് ആ മഹാൻ പിന്മാറിപ്പോയതാണ്. അത് അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഒറ്റുകാരുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ഒരാൾ ഡൽഹിയിൽ വന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരു ചർച്ച നടന്നു കഴിഞ്ഞു, നാളെ 3 മണിക്ക് BJP-യിൽ ജോയിൻ ചെയ്യുമെന്ന് ഒറ്റുകാർ സ്വന്തം കൂടെയുള്ളവർ ചോർത്തിക്കൊടുത്തത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ കണ്ണൂർ ജില്ലയില് വ്യാപകമായിട്ടുള്ള ഒരു പരിവർത്തനം ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ട് ഉണ്ടാകുമായിരുന്നു. പക്ഷേ എന്തായാലും ശരി, നേതാക്കന്മാർ അവിടെ നിൽക്കട്ടെ. സാധാരണക്കാരായിട്ടുള്ള കർമ്മധീരരായിട്ടുള്ള പ്രവർത്തകന്മാർ, സോഷ്യലിസം നടപ്പിലാക്കണമെന്ന് ആഗ്രഹമുള്ളവർ, ഫാസിസത്തിനെതിരെ പ്രതികരിക്കണമെന്ന് ആഗ്രഹമുള്ളവരെ കൈപിടിച്ച് സ്വീകരിച്ച് നമ്മുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ഞാൻ എന്റെ സഹപ്രവർത്തകരുടെ മുന്നിൽ വയ്ക്കുകയാണ്. മറ്റൊന്ന് സൂചിപ്പിച്ച് ഞാൻ എന്റെ വാക്കുകൾ നിർത്താം. ഈ വേദിയിലുള്ള വിജയിച്ച കൗൺസിലർമാർ എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്വപ്നങ്ങളാണ്. ആ സ്വപ്നത്തെ വിശ്വാസമാക്കി മാറ്റുക, അത് വാക്കാക്കി മാറ്റുക. ശ്രീമാൻ നരേന്ദ്രമോദി പറഞ്ഞു, ഒരാൾ ജയിക്കുന്നത് വരെ ഭാരതീയ ജനതാ പാർട്ടി, ഒരാൾ ജയിച്ചു കഴിഞ്ഞാൽ ആ ഓരോ മെമ്പർമാരും പൊതുസമൂഹത്തിന്റെ സ്വത്താണ് എന്ന് ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ ശ്രീമാൻ നരേന്ദ്രമോദി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ വാർഡിന്റെ മുഴുവൻ മനുഷ്യരുടെയും കാവൽക്കാരായി മാറണം, സംരക്ഷകരായിട്ട് മാറണം. അതുപോലെ തന്നെ മണ്ഡലം അധ്യക്ഷൻ മിസ്റ്റർ വിജയന്റെ നേതൃത്വത്തിൽ, നമ്മുടെ മജേഷിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു സമരമുണ്ട്. ആ സമരം ജില്ലയുടെ ഘടകം ഏറ്റെടുക്കുമ്പോൾ തീർച്ചയായിട്ടും കടകംപള്ളിക്കും നമ്മുടെ കടന്നപ്പള്ളിക്കും അതുപോലെ തന്നെ MLA സുമേഷിനും മറുപടി പറയേണ്ടി വരും. ആ സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ അഴീക്കോടിന്റെ മണ്ണ് ഒരുങ്ങണം എന്നുകൂടി ഇത്തരുണത്തിൽ ഞാൻ സൂചന നൽകുകയാണ്. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണ നേട്ടങ്ങൾ കണ്ട് നരേന്ദ്രമോദിയെ 16 ഇസ്ലാമിക ലോകരാജ്യങ്ങൾ കൈമുത്തി സ്വീകരിച്ചു കഴിഞ്ഞു. നമ്മൾ മുസൽമാന് അന്യമായിട്ടുള്ള ഒരു പാർട്ടിയല്ല. നമ്മുടെ പാർട്ടിയുടെ പേര് ഭാരതീയ ജനതാ പാർട്ടി എന്നാണ്. മുസൽമാനും ക്രിസ്ത്യാനിയും ഹിന്ദുവും എല്ലാവരും ചേർന്നുകൊണ്ട് ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുകയാണ്. നമ്മുടെ പാർട്ടിയിലാണ് മുക്തർ അബ്ബാസ് നഖ്വി മുസൽമാൻ പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്നത്. നമ്മുടെ പാർട്ടിയിലാണ് ഷാനവാസ് ഹുസൈൻ എന്ന് പറയുന്ന എത്രയോ വർഷമായി 40 വർഷമായി പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു മനുഷ്യൻ അഖിലേന്ത്യാ തലത്തിൽ
പ്രവർത്തിക്കുന്നത്. നമ്മുടെ പാർട്ടിയിലാണ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ, നമ്മുടെ പാർട്ടിയിലാണുള്ളത് സലാം സാറ്. അബ്ദുള്ള കുട്ടിക്ക് നിലനിൽപ്പില്ലാതെ ഉപദ്രവിക്കപ്പെട്ട് അദ്ദേഹത്തിന് സംരക്ഷണ കവചമായി വർത്തിച്ചത് നമ്മുടെ പ്രസ്ഥാനമാണ്. എത്രയോ ആളുകൾ പഞ്ചായത്ത് തലത്തിൽ, മണ്ഡലം തലത്തിൽ, ജില്ലാ തലത്തിൽ, സംസ്ഥാന തലത്തിൽ മുസ്ലിം സഹോദരന്മാർ നമ്മുടെ പാർട്ടിക്കകത്തേക്ക് കടന്നു വരുന്നുണ്ട്. നമ്മൾ ഭീകരവാദിക്ക് എതിരാണ്. ഈ കേരളത്തെ തകർക്കുന്ന, ഈ കേരളം തകർന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ ബോംബ് സ്ഫോടനം നടത്തി നിങ്ങളെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേകമായിട്ടുള്ള മതവിഭാഗം പ്രാർത്ഥന നടത്തുന്ന സ്ഥലത്തേക്ക് ഒരു ബോംബുമായി വന്ന ഭീകരവാദിയെ നമ്മൾ ഒരിക്കലും അവന് ശിക്ഷ കൊടുക്കാതിരിക്കില്ല. ഈ നാടിനെ തകർക്കാൻ ഇവിടുത്തെ ഒസാമ ബിൻ ലാദന്റെ ജാരസന്തതികളുമായി കൈകോർത്ത് പിടിച്ചുകൊണ്ട് കേരളത്തിൽ ഇവിടെ പ്രാർത്ഥന നടത്തുമ്പോൾ, ഇവിടെ മകളെ നിക്കാഹ് കഴിച്ചു കൊടുക്കുമ്പോൾ, ഇവിടെ മയ്യത്ത് നമസ്കാരം ചെയ്യുമ്പോൾ നമ്മുടെ നാടിനെ വെടിച്ചു വീഴാൻ വേണ്ടി നിങ്ങളുടെ മക്കളെ ഭീകരവാദ പ്രവർത്തനത്തിന് വേണ്ടി പിടിച്ചുകൊണ്ട് പോകുന്ന ആ ഭീകരവാദ സംഘടനകളുമായിട്ട് അവർക്ക് തീർച്ചയായിട്ടും അവർ ചെയ്യുന്ന തെറ്റിന് കൂലി ഇന്ത്യയുടെ ഹോം മിനിസ്റ്റർ അമിത്ഷാ കൊടുക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതിന്റെ സൂചനയാണ് NIA-യുടെ ഉദ്യോഗസ്ഥന്മാർ കേരളത്തിൽ വന്ന് നിരവധി ആളുകളെ, ഭീകരവാദികളെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോയതെങ്കിൽ ആ ഭീകരവാദികളോടാണ് BJPക്ക് എതിർപ്പ്. നമുക്ക് ഈ നാടിനെ സംരക്ഷിക്കണം, നമുക്ക് ഈ നാടിനെ മാറ്റണം. ഇവിടെ നല്ല വിദ്യാലയങ്ങൾ ഉണ്ടാകണം, ഇവിടെ നല്ല കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ ഉണ്ടാകണം, ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടാകണം, ഇവിടെ നമ്മുടെ അമ്മമാർക്കും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും സ്വന്തം കാലിൽ നിൽക്കാൻ സ്റ്റാർട്ടപ്പിന്റെയും സ്റ്റാൻഡപ്പിന്റെയും മേക്ക് ഇൻ ഇന്ത്യയിലും ഭാഗമാകാൻ നമുക്ക് സാധിക്കണം. അവിടെ നിന്ന് പദ്ധതികൾ വാങ്ങിക്കൊണ്ടുവരാൻ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ടുള്ള ചിന്ത ഇവിടുത്തെ MLA-മാരിലും ഇവിടുത്തെ മന്ത്രിമാരിലും ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി വാക്കുകളിലൂടെ, പൊതുപരിപാടികളിലൂടെ ആ ജനശ്രദ്ധയിലേക്ക് ആ വാക്കുകൾ എത്തിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുന്നത്. അതിന് കാരണക്കാരായിട്ടുള്ള അഴീക്കോടിലെ ജനാധിപത്യ വിശ്വാസികളോടും എന്റെ സഹപ്രവർത്തകന്മാരോടും എന്റെ ശബ്ദം കേട്ടതിന് സ്നേഹപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട്, എനിക്കിവിടെ നൽകിയ സ്വീകരണത്തിന് ഹൃദയപൂർവ്വം ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം.